ഇനി പെട്ടെന്ന് വരി, നമുക്ക് വേഗത്തിൽ പോയി ഒരു സൈക്കിൾ മാറ്റിക്കൊണ്ട് വീട്ടിൽ പോകാം. ഉണ്ണിക്കുട്ടാ, അതുകൊണ്ട് അത് ചായ ചന്ദ്രൻ്റെ വീടാണേ. അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിക്കോളാം കേട്ടാ. ഈ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തൂല, നമുക്ക് സമയത്തിന് കടയിൽ പോകാനും പറ്റൂല. അയാളെ ചായ വിളിക്കണ അത് നിനക്ക് മനസ്സിലാവും. സതീഷേ, എങ്ങോട്ടെല്ലാരും കൂടെ? ഓണമൊക്കെ അല്ലേ, കൊച്ചുങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. വാ, ചായ പിടിച്ചിട്ട് വാ. ഇല്ലണ്ണ, സമയമില്ല, പോയിട്ട് വരാം. വാന്ന് ഒരു 5 മിനിറ്റ്. വേണ്ട, കുഴപ്പമില്ലെന്ന്. കാര്യം പിള്ളേർ ഭയങ്കര വേണം, ഞങ്ങൾ പോയിട്ട് വരാം. അവരെ പോയിട്ട് വരും. ശരി ശരി. അയാൾ നേരം ചായ വിളിക്കാൻ വിളിക്കുമോ? എടാ, അയാൾ എല്ലാവരും ചായ കുടിക്കാൻ വിളിക്കും, പക്ഷെ ചായ ഒന്നും കാണില്ല. പിന്നെ സതീഷേ, വാ, ചായ പിടിച്ചിട്ട് വാ. വേണ്ടണ്ണ, ഞാൻ ഇപ്പൊ വീണ്ടും ചായ കുടിച്ച് തുടങ്ങിയത്. വാടാ, ഒരു 5 മിനിറ്റ്. അണ്ണാ, നിങ്ങൾ ഈ പറഞ്ഞവർക്കും പോണവർക്കും ഒക്കെ വിളിച്ച് ചായ കൊടുത്ത എങ്ങനെയാണ്? ചായ പിടിച്ചു. ശരി, സമയം കുറവാണ്, എങ്കിൽ പെട്ടെന്ന് വരി, നിങ്ങളെ വിഷമിപ്പിക്കണ്ട, വരി, ഒരു ചായ കുടിക്കാം. ഞാൻ വിളിച്ചാലും ആരും വരില്ല, ചേച്ചർക്ക് ഓരോരോ തിരക്കല്ലേ. പാലില്ല കേട്ടോ സതീഷേ, ഞാൻ കട്ട ഇടാം. ഞാൻ തന്നെ ഇടണം, വേറെ ആരും ഇല്ലല്ലോ. കട്ടനാണെങ്കിൽ വേണ്ടണ്ണ, ഞാൻ കട്ട എങ്ങനെ കുടിക്കൂല. അത് മാത്രമല്ല, ചായയും പതിവൊന്നുമില്ല, പിന്നെ നിങ്ങൾ വിളിച്ചോണ്ട് കയറിയെന്നേ ഉള്ളൂ. കുടിക്കാനൊന്നും അല്ല, ആ ഒരു 5 മിനിറ്റ് മുന്നേ പറഞ്ഞിരിക്കാൻ ആരെങ്കിലും കാണൂല. എന്റെ വീട് എല്ലാം ശരിയാവൂണ, പോകെ പോകെ ശരിയാവുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ഓടാ വേണേ. എടാ ഉണ്ണിക്കുട്ടാ, എന്തോ ഓണമല്ലേടാ, നമ്മളെല്ലാരെയും കൂട്ടിക്കോണം. ഓണം കൂട്ടിക്കോണം, ഇത് കൊള്ളാലാമ്മ. ഈ വരച്ച ബുദ്ധി തന്നെ. പടാ അവിടുന്ന് മക്കളെ, പടാ കളിയാക്കും എന്നെ. ചന്ദ്രണ്ണ, നിങ്ങൾ ഒറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞേ? ഓണക്കോടി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ അങ്ങനെ ആവട്ടെ. പിന്നെന്ത്, ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ, ഇനി ചായ വേണ്ടേ?